സെർവിക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയത്തെ ബാധിക്കുന്ന ക്യാൻസർ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ക്യാൻസർ രോഗങ്ങളൊന്നാണ്. ഇന്ത്യയിൽ സ്ത്രീകളിൽ കാണപ്പെടുന്ന രണ്ടാമത്തെ ക്യാൻസർ. ഏറ്റവും കൂടുതൽ കാണുന്ന ബ്രസ്റ്റ് ക്യാൻസറാണ്. ഇന്ത്യയിൽ ഓരോ വർഷവും 1,25,000-ഓളം പുതിയ കേസാണ് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത്. കൂടാതെ ഓരോ വർഷവും 70,000 പേരാണ് സെർവിക്കൽ ക്യാൻസർ മൂലം മരണപ്പെടുന്നത്. പലപ്പോഴും അഡ്വാൻസ് സ്റ്റേജിലാണ് ഈ അസുഖം കണ്ടെത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ശരിയായി ചികിത്സിക്കാൻ സാധിക്കാതെ വരികയും മരണനിരക്ക് കൂടുകയും ചെയ്യുന്നു. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ മൂലമാണ് ഇതുണ്ടാകുന്നത്. എല്ലാ വൈറസ് ഇൻഫെക്ഷനും ക്യാൻസറിന് കാരണമാവുന്നില്ല. 90% ആളുകളിലും മൈൽഡ് ഇൻഫെക്ഷൻ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. എന്നാൽ ചില ആളുകളിൽ ഇത്തരം ഇൻഫെക്ഷൻ കുറെ കാലം നീണ്ടു നിൽക്കുകയും പിന്നീട് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ കാരണമാവുകയും ചെയ്യുന്നു. പഠനങ്ങൾ പറയുന്നത് 21 വയസ്സിന് മുകളിൽ എല്ലാ സ്ത്രീകളിലും ഓരോ 3 വർഷത്തിലൊരിക്കലെയും സെർവിക്കൽ ക്യാൻസർ സ്ക്രീനിംഗ് നിർബന്ധമായും ചെയ്യേണ്ടതാണ്. പാപ്സ്മിയർ ടെസ്റ്റ്, HPV ടെസ്റ്റ് ഇവ രണ്ടും കമ്പൈൻ ചെയ്യുന്ന ടെസ്റ്റ് എന്നിവയാണവ. എന്താണ് HPV വൈറസ്? പാപ്പിലോമ വൈറസ് ഗണത്തിൽപ്പെടുന്ന ഒരു DNA വൈറസ് ആണത്. 200ഓളം ടൈപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ 30 ടൈപ്പുകളാണ് മനുഷ്യർ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. അവയിൽ തന്നെ 14 എണ്ണം ഹൈറിസ്ക് കാറ്റഗറിയായി കരുതപ്പെടുന്നു. HPV 16, 18 എന്നിവയാണ് 80% ആളുകളിലും സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്നത്. ഇവ കൂടാതെ ജെനിറ്റൽ ഏരിയ ബാധിക്കുന്ന ഏനൽ, വജൈനൽ, വൾവാർ പെനൽ ക്യാൻസറിനും വായയും തൊണ്ടയും ബാധിക്കുന്ന നിരവധി ക്യാൻസറിനും ഇവ കാരണമാകുന്നു. എന്നാൽ HPV 6, 11 താരതമ്യേന മൈൽഡ് ഇൻഫെക്ഷനാണ് ഉണ്ടാക്കുന്നത്. ജെനിറ്റൽ ഏരിയ ബാധിക്കുന്ന അരിമ്പാറുകളാണ് ഇവ ഉണ്ടാക്കുന്നത്. HPV 1, 2 കയ്യിലും കാലിലും കാണപ്പെടുന്ന അരിമ്പാറുകൾക്ക് കാരണമാകുന്നു. ലോകത്ത് ഇതുവരെയായി വാക്സിൻ മൂലം പ്രിവെന്റ് ചെയ്യാവുന്ന 2 ക്യാൻസറാണ് കണ്ടെത്തിയിട്ടുള്ളത്. അവയിൽ ഒന്ന് HPV വൈറസ് ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന സെർവിക്കൽ ക്യാൻസർ, മറ്റൊന്ന് ഹെപ്പറ്റൈറ്റിസ് B വൈറസ് ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന ലിവർ ക്യാൻസറാണ്. ഇതുകൊണ്ട് തന്നെ ഇന്ത്യ ഗവൺമെന്റ് പുതുതായി നാഷണൽ ഇമ്മ്യൂണിസേഷൻ പ്രോഗ്രാമിൽ ഈ വാക്സിൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെ വാക്സിനാണ് ലഭ്യമായിട്ടുള്ളത്? ക്വാഡ്രിവാലന്റ് വാക്സിനായി കൊണ്ട് ഗാർഡാസിൽ, സെർവാവാക്. നോണാവാലന്റ് വാക്സിൻ ഗാർഡാസിൽ 9, ബൈവാലന്റ് വാക്സിൻ സെർവാരിക്സ്. ഇവയിൽ ക്വാഡ്രിവാലന്റ് വാക്സിൻ HPV 16, 18, 6, 11 എന്നിവയെ പ്രിവെന്റ് ചെയ്യുന്നു. ഇതുവഴി സെർവിക്കൽ ക്യാൻസറിനും ജെനിറ്റൽ ഏരിയ ബാധിക്കുന്ന നിരവധി ക്യാൻസറിനും വായയും തൊണ്ടയും ബാധിക്കുന്ന നിരവധി ക്യാൻസറിനെയും നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നു. എന്നാൽ ഗാർഡാസിൽ 9 സെർവിക്കൽ ക്യാൻസർ കാരണമാകുന്ന 9 ടൈപ്പ് വൈറസുകളെ പ്രിവെന്റ് ചെയ്യപ്പെടുന്നു. സെർവാരിക്സ് ഒരു ബൈവാലന്റ് വാക്സിനാണ്. HPV 16, 18 എന്നിവയാണ് ഇത് പ്രിവെന്റ് ചെയ്യുന്നത്. നിലവിൽ സെർവാരിക്സ് ഇന്ത്യയിൽ ലഭ്യമല്ല. ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ഒരു വാക്സിനാണ് സെർവാവാക്. ആർക്കൊക്കെയാണ് വാക്സിൻ എടുക്കേണ്ടത്? സെർവിക്കൽ ക്യാൻസർ പ്രിവെൻഷന്റെ ഭാഗമായി 9 മുതൽ 14 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് 2 ഡോസ് വാക്സിൻ, 15 മുതൽ 45 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് 3 ഡോസ് വാക്സിനുമാണ് എടുക്കേണ്ടത്. HPV വാക്സിൻ ഒരിക്കലും മുമ്പുണ്ടായ ഇൻഫെക്ഷനെയോ അതുവഴി ഉണ്ടായിട്ടുള്ള അസുഖത്തെയോ പ്രിവെന്റ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും വാക്സിൻ നേരത്തെ എടുക്കുന്നതാണ് നല്ലത്. താരതമ്യേന സേഫായ വാക്സിനാണ് HPV വാക്സിൻ. സീരിയസ് ആയിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ ചില ആളുകളിൽ പനി, ശരീരവേദന, ജോയിന്റ് പെയിന്, ഇഞ്ചക്ഷൻ സൈറ്റിലുള്ള ചൊറിച്ചിൽ, വേദന, ചെറിയ തലകറക്കം എന്നൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലോങ് ടേം സൈഡ് എഫക്റ്റ് ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മതിയായ പഠനങ്ങൾ ലഭ്യമല്ലാത്തത് കൊണ്ട് തന്നെ പ്രഗ്നൻസി സമയത്ത് HPV വാക്സിൻ എടുക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. ഇനി ഒരു വാക്സിൻ എടുത്തതിന് ശേഷമാണ് പ്രഗ്നൻസി ഡയഗ്നോസ് ചെയ്തെങ്കിൽ ഡെലിവറിക്ക് ശേഷമാണ് മറ്റ് ഡോസ് വാക്സിൻ എടുക്കേണ്ടത്.